ഹായ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു DIY വീഡിയോ ആണ്. അതായത് നാച്ചുറലി നമുക്ക് എങ്ങനെ നമ്മുടെ മുടി കേൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മുടി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കോംപ് ചെയ്യുക. ഞാനിപ്പോൾ മിഡിൽ പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് സൈഡ് പാർട്ടീഷനാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടീഷൻ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് കോംപ് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം എവിടെ നിന്ന് തൊട്ടാണ് നമുക്ക് കേൾസ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് ഫുൾ ഹെയർ ലെങ്ത്ത് വേണമെങ്കിൽ ഫുള്ളായിട്ടൊന്ന് നനച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹാഫ് ആണെങ്കിൽ ഹാഫ് മാത്രം നനച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു ചെറിയ ഭാഗം മാത്രം വിട്ടിട്ടാണ് ബാക്കി എല്ലാ പോർഷനും ഞാൻ കേൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ ഞാൻ ഓവറായിട്ട് വെള്ളം ആക്കണില്ല. താഴെയാണ് നന്നായിട്ട് ഞാൻ കേൾസ് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം നന്നായിട്ട് നനച്ച് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് നനവ് മതി, ഓവറായിട്ടൊന്നും നനവ് വേണ്ട. ഇപ്പോൾ നമ്മൾ കെട്ടിയാണ് വയ്ക്കാൻ പോകണം. അപ്പോൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മുഷിഞ്ഞ മണം വരാനുള്ള സാധ്യത ഉണ്ട്. ഓവറായിട്ടൊന്നും വെള്ളം വേണ്ട. അപ്പോൾ ചിലർ കുളിച്ചപാട് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. കുളിച്ചപാട് നമുക്ക് മുടിയിൽ ഒരുപാട് നനവുണ്ടാകും. ആ സമയത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഒരു അത്യാവശ്യം നന്നായിട്ട് മുടി ആറിയതിനു ശേഷം ഏത് ഭാഗത്താണോ വേണ്ട ആ ഭാഗത്ത് മാത്രം കുറച്ച് നനച്ച് കൊടുത്തിട്ട് മാത്രം ചെയ്താൽ മതി. സോ ഇതുപോലെ നമുക്ക് വേണ്ട ലെങ്ത്തിന് അത്രയും നന്നായിട്ട് മുടി നനച്ച ശേഷം കോംപ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പഴയ ഒരു ഷോൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്കാർഫാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നല്ല കട്ടിയുള്ള ഷോളാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അതായത് നിങ്ങൾക്ക് കേൾസ് എത്ര ഡയമീറ്ററാണ്, എങ്ങനെയാണ് നല്ല വലുപ്പമുള്ള കേൾസാണോ വേണ്ടത് അല്ലെങ്കിൽ കുട്ടി കേൾസാണോ വേണ്ടതെന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ സ്കാർഫാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഓവർ വലിയ തടിച്ചിട്ടുള്ള കേൾസ് ഒന്നും അല്ല വേണ്ടത്. എനിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കേൾസാണ് വേണ്ടത്. ഒരു ബേബി ടൈപ്പ് ഓഫ് കേൾസാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്കാർഫ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്കാർഫ് യൂസ് ചെയ്യാം, ഷോൾ യൂസ് ചെയ്യാം. സോ നമ്മൾ ഷോളാണെങ്കിലും സ്കാർഫാണ് യൂസ് ചെയ്തെങ്കിലും നമ്മൾ മുടി പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ ടൈ ചെയ്യുമ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അതായത് ഭയങ്കര അടുപ്പിച്ചിട്ട് തന്നെ ചെയ്യുക. അതാകുമ്പോൾ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടും. സോ ഓരോരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ട് നനച്ചിട്ട് ആ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ ഹാർഡായിട്ട് തന്നെ നമ്മൾ അടുപ്പിച്ച് തന്നെ ചെയ്യുക. സോ ഈ ഒരു സെയിം പ്രൊസീജിയർ രണ്ട് സൈഡിലും ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ, ഒരു 3 മണിക്കൂർ കൂട്ടിക്കോ, 2.5 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഇടയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ കുറച്ച് മാത്രമാണല്ലോ മുടി നനച്ചിട്ടുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 3 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് കിട്ടി. എനിക്ക് മാത്രമല്ല, എനിക്ക് ആ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. ഞാൻ പോണിറ്റെയിൽ കിട്ടിയിട്ട് ഞാൻ ഫുൾ ഡേ നടന്ന് കളിച്ചു. കൂടുതലായിട്ടൊന്നും അതിനെ കെയർ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേങ്കിൽ ആ ഒരു ഡിഫൈൻഡ് കേൾസ് എനിക്ക് ഓൾമോസ്റ്റ് ഹോൾ ഡേ ഉണ്ടായിരുന്നു. സോ ഇതൊരു അടിപൊളി DIY ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എനിക്ക് എക്സ്ട്രാ ടിപ്പ് തരാനുള്ളത്, സപ്പോസ് നിങ്ങളൊരു പാർട്ടിക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു കേളി ഹെയറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത്, അതായത് നിങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത് അതിനെ കുറച്ച് മുൻപായിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കിടക്കുക. രാവിലെ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ഡിഫൈൻഡ് കേൾസ് കിട്ടും. സോ തീർച്ചയായിട്ടും ഈ ഒരു DIY ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.